നമസ്കാരം. ഞാൻ അഖില രാജു. സെന്റ് ജോൺ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നാം അനുസ്മരിക്കുന്നത് ഒരു മഹാനായ നേതാവിനെ മാത്രമല്ല, മറിച്ച് സത്യത്തിന്റെയും അഹിംസയുടെയും പ്രണയഗാഥയെയാണ്. ആശയങ്ങളുടെ ലോകത്ത് വിറയ്ക്കാതെ നിലകൊണ്ട തന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കിയ മനുഷ്യനാണ് ഗാന്ധിജി. മഹാത്മാഗാന്ധി ഒരു പേര് മാത്രമല്ല, ഒരു കാലഘട്ടം, ഒരു വഴികാട്ടി, ഒരു പ്രകാശം. ലോകം മാറാൻ ആയുധങ്ങൾ ആവശ്യമില്ല, സത്യം, സഹനം, സ്നേഹം മതിയെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി 156 വർഷം മുമ്പ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല, ലോകത്തെ സമാധാന കാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മജിയുടെ ജന്മദിനം. ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾരൂപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി. കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞുകീറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെയും മുമ്പിലും തലകുനിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ നിരനായകനായി, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത്. അഹിംസ എന്ന് പറയുന്നത് വെറുമൊരു പ്രഹരരഹിതമായ ജീവിതമല്ല, അതൊരു മനോഭാവമാണ്. അതിൽ ക്ഷമയുണ്ട്, കരുണയുണ്ട്, സഹനമുണ്ട്. യഥാർത്ഥ അഹിംസ അതാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും അവരെ മനസ്സിലാക്കിക്കൊണ്ടുമുള്ള ജീവിതം. ഗാന്ധിജിയുടെ ജീവിതം മുഴുവൻ അതിനൊരു ഉദാഹരണമായിരുന്നു. ശത്രുക്കളെ പോലും സ്നേഹിച്ച അദ്ദേഹത്തിന്റെ മനസ്സ് ലോകത്തിന് ഒരു മഹത്തായ പാഠമാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജി ആക്ഷേപിച്ച വിൻസ്റ്റൺ ചർച്ചിലിനോട് പോലും അദ്ദേഹം സൗമ്യമായി പെരുമാറി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്ന ആ മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ തന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നിത്യ നൂതനമാക്കി മാറ്റുന്നത്. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിജിയെ കുറിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. ഹിന്ദുസവും ജൈനിസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി. ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വീണതാണ്. ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി. ആചാര്യ വിനോബ ഭാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, മീരാബഹൻ, CF ആൻഡ്രൂസ്, നർഹരി പരീഖ്, രവിശങ്കർ വ്യാസ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ്. മുമ്പത് സേവന വാരമായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസു നീക്കിയും പുല്ല് പറിച്ചും കല്ല് പെറുക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആഘോഷിക്കരുത്. ഭാരതീയന്റെ വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന ചിത്രവാസനകളുടെ മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം. ഇന്ന് ലോകം സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ മുന്നേറുമ്പോഴും സമാധാനം, നീതി, മാനുഷികത
ഇവ മറക്കപ്പെടരുത്. ഓരോ വ്യക്തിയും, ഓരോ വിദ്യാർത്ഥിയും, ഓരോ കുടുംബവും അഹിംസയും സത്യസന്ധതയും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ സമൂഹം കൂടുതൽ കരുത്തുറ്റതായിരിക്കും. ഇത് നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് ഗാന്ധി ജയന്തി വെറും ഒരു ആഘോഷമല്ല, ജീവിത പാഠങ്ങളുടെ ദിനമാണ്. അഹിംസയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആയുധം. അദ്ദേഹത്തിന്റെ സഹന സമരങ്ങൾ അഹിംസയുടെ ചിറകുകളായിരുന്നു. സത്യവും അഹിംസയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായാണ് അദ്ദേഹം കണ്ടത്. സത്യമാണ് എന്റെ മതം എന്ന് അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ. അതിനായി നമ്മുടെ ക്ലാസ്സും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം. നമ്മളിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം. സത്യം നമ്മുടെ ആയുധമാകട്ടെ, അഹിംസ നമ്മുടെ ഭാഷയാകട്ടെ, മനുഷ്യത്വം നമ്മുടെ മതമാകട്ടെ. ഭാരത് മാതാ കി ജയ്. നന്ദി.